വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് കൂടുതൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ആസാമിൽ പരാജയമുണ്ടായിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന്റെ ബേസ് വോട്ടിൽ നഷ്ടമൊന്നും വന്നിട്ടില്ല. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സമ്പൂർണ്ണ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ ഉപനേതാവായ ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നത്. രണ്ടു കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. തമിഴ്നാട്ടിൽ കോൺഗ്രസും തമിഴക വെട്ടിക്കഴകവുമായുള്ള സഖ്യം. ചില MLA-മാർ വിമത സ്വരമുയർത്തിക്കൊണ്ട് കോൺഗ്രസിലേക്ക് പോകുമെന്ന വാശിയിൽ തന്നെ നിൽക്കുകയാണ്. DMK ഇനി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത മങ്ങലിലാണ് എന്ന് മനസ്സിലാക്കിയുള്ള നീക്കമാണ് അവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ശക്തമായി ബംഗാളിലും പ്രതിപക്ഷ MLA-മാരും MP-മാരും തൃണമൂൽ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതിന്റെ സൂചനകൾ വരികയാണ്. കോൺഗ്രസിൽ എന്തുകൊണ്ടും ഈ കാര്യങ്ങളിലെല്ലാം വളരെയധികം സന്തോഷവും ആകാംക്ഷയും ഉയർത്തുന്ന സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമായിരിക്കെ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു കൊല്ലത്തിനകം സമ്പൂർണ്ണമായ പതനം ഈ ക്യാബിനറ്റിന് ഉണ്ടാകും എന്നുള്ളതാണ്. അത് ചെറുതായി ഒന്നുമല്ല BJP നേതൃത്വത്തെ ബാധിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ ഒരു സംഘടന രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭം അതിൻ്റെ അലയൊലികൾ രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക നഗരങ്ങളിലേക്ക് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അഭ്യസ്ത വിദ്യരായവർ സംഘടിതമായി നീങ്ങിയാൽ വലിയ തോതിൽ BJPക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കപ്പെടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. NDA കൂടുതൽ കരുത്തർജിക്കുന്നുവെന്ന് അമിത്ഷായും സംഘടനാ നേതാക്കളും പറയുന്നുണ്ടെങ്കിൽ പോലും യാഥാർത്ഥ്യമെന്തെന്ന് അവർക്ക് നല്ലപോലെ ഭയമുണ്ട്. കോൺഗ്രസ് തളർച്ചയിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ തിരിച്ചുവരവ് നടത്താനുള്ള കെൽപ്പുണ്ട് എന്ന് ഏറ്റവും നന്നായി അറിയുന്ന മനുഷ്യൻ തന്നെയാണ് അമിത്ഷാ. ഗുജറാത്തിൽ ഒരു തീക്കനൽ പോലെ അടിത്തട്ടിൽ കോൺഗ്രസ് അണയാതെ തന്നെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഇവിടെ മുഖ്യ പ്രതിപക്ഷമെന്ന ലേബൽ തുറച്ചു നീക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ബംഗാളിൽ മമതയെ തുറച്ചു നീക്കി. പക്ഷേ BJP പ്രതിപക്ഷത്തായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നും ആ ബേസ് വോട്ട് തുറച്ചു നീക്കാനോ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനോ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിലെ ബേസ് വോട്ടും വിമത MLA-മാരും കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് പ്രവചിച്ചവർക്ക് തിരിച്ചടികൾ കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്.